ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നമ്മുടെ ആയുഷ്മാൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പം നമ്മളൊരു ചെറിയ പ്രീ ബർത്ത്ഡേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ആയുഷ്മാൻ്റെ ആക്സസറീസ്, ഡ്രസ്സ്, അതുപോലെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തതും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ തിരൂരിലുള്ള നൂർ ലേക്കിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ആയുഷ്മാക്ക് ഞാൻ ബർത്ത്ഡേയുടെ ഒരു ഗിഫ്റ്റായിട്ട് ഒരു ടെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബേബി ഗേൾസ് യൂസ് ചെയ്യുന്ന ഒരു ടെൻറ്റ്. അപ്പോൾ എനിക്ക് തോന്നി ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു ഗ്രീൻ ഫീൽ വന്നു കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാവുള്ളൂ. സോ നമ്മളുടെ നാട്ടിൽ അതുപോലെ ഒരു ഫീൽ ഇടുന്ന ഒരു പ്ലേസാണ് നൂറിലേക്ക്. ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു പ്ലേസാണ് കേട്ടോ. അപ്പം അവിടേക്ക് എൻട്രി ചെയ്യാൻ നമ്മൾ ക്യാമറ ആയിട്ടാണ് എൻട്രി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറയും അതുപോലെ കൂടെ 4 പേർക്കും കൂടെ ആയിട്ട് 500 ആണ് കേട്ടോ അവിടെ ചാർജ് വരുന്നത്. പിന്നെ നമ്മൾ ആൾക്കാരനുസരിച്ചിട്ട് അതിനനുസരിച്ച് റേറ്റ് കൂടും കേട്ടോ. ഒരുവിധം തിരൂരാർക്കൊക്കെ പരിചയമുള്ളൊരു സ്ഥലമാവില്ലേ നൂറിലേക്ക്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഉമ്മമാരുടെ പ്രായത്തിലും ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെഡിങ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്ഡോർ എടുക്കാനും സേവ് ഡേറ്റ് എടുക്കാനും ഒരുപാട് പേര് വരുന്നൊരു പ്ലേസാണ്. അതുപോലെ തന്നെ കുട്ടികളെ ബർത്ത്ഡേ ഷൂട്ട്, പിന്നെ അതുപോലെ നിക്കാഹ് ഷൂട്ട് കാര്യങ്ങളും പിന്നെ ഒരുപാട് ഇവൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു പ്ലേസാണ്. അപ്പോൾ ഇതാ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. നമുക്ക് ഫാമിലി ആയിട്ടും കപ്പിളായിട്ടും ഒക്കെ വന്നിരിക്കാൻ പറ്റിയൊരു അടിപൊളി പ്ലേസാണ് കേട്ടോ. ഭയങ്കരമായിട്ടൊരു നേച്ചർ ഫീൽ വരുന്നൊരു സ്ഥലം കൂടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വലിയൊരു കുളമുണ്ട്. അതിലൊരുപാട് മീനുകളും അവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയ സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മളവിടെ എത്തി. ആയുഷ്മാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എത്തിയ സമയത്ത് ആ ഊഞ്ഞാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതിലാടാനും ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ക്യാമറമാനെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആയുഷ്മാൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ ഷൂട്ട് ചെയ്ത SB ഫോട്ടോഗ്രാഫിനാണ് കേട്ടോ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. മൂപ്പർ നമ്മൾ ഏൽപ്പിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ആയുഷ്മാൻ്റെ ഈ ഒരു ഷൂട്ടിന് ആകെ ആയത് ഒരു 2000 റേഞ്ചാണ്. പിന്നെ ട്രാവൽ എക്സ്പെൻസും അത് ചെറിയൊരു റേഞ്ചേ വന്നിട്ടുള്ളൂ. അപ്പം ഇത്ര എമൗണ്ട് ആണെന്ന് കരുതിയിട്ട് ഫോട്ടോയിൽ ഒരു ക്വാളിറ്റിയുടെ മാറ്റമില്ല കേട്ടോ. നല്ല അടിപൊളി ഫോട്ടോസും നല്ല എഡിറ്റിങ്ങും ആണ്. നമുക്കത് മുന്നത്തെ നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് കേട്ടോ മൂപ്പരെ തന്നെ നമ്മൾ ഇപ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വരുന്നതിന് മുന്നായിട്ട് നമ്മൾ ആയുഷ്മാൻ്റെ ടെൻറ്റും കാര്യങ്ങളും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ടെൻറ്റൊക്കെ സെറ്റാക്കുന്നൊരു പരിപാടിയിലാണ് കേട്ടോ. Don't know where we're gonna fly like you did sometimes. Seeing eyes of mine. Love, 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 I wanna be strong, strong. We're doing wrong, 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 but I'll try to fix it. Love, 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 I wanna be strong, strong. We're doing wrong, 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 but I'll change it, change it. Seeing eyes of mine, you see, there are no trees inside of me. In this desert I can look at you with love. Seeing all that I can learn. Can you stay and I will grow? Grow the hanging gardens of Babylon. Love, 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 I wanna be strong, strong, strong. We're doing wrong, 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 but I'll fix it, fix it. Love, 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 I wanna be strong, strong, strong. We're doing wrong, 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 but we'll change it, change it. I would like to tell you mine and my dreams. I would like to go with you into the street. Please don't deny your love makes me feel. അതിൻ്റെ ഫൈനലി നമ്മൾ ടെൻറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന് പറ്റിയൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ടെൻറ്റ് വാങ്ങിച്ചത് നമ്മൾ മുന്നത്തെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മളുടെ കുട്ടികളുടെ ടോയ്സിൻ്റെ ഒരു ഷോപ്പ്, നമ്മൾ ബസ് സ്റ്റാൻഡിലുള്ള ഒരു കുട്ടികളുടെ ടോയ്സൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ്. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഓൺലൈനിൽ ഇതിന് 2500 ആ റേഞ്ച് ഉണ്ട്. പക്ഷേ അവരുടെ ഹോൾസെയിൽ റേറ്റ് ആയതുകൊണ്ട് 1500 കേട്ടോ നമുക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ നമ്മൾ ക്യാമറമാനോട് പറഞ്ഞ ടൈമിലും കുറച്ച് നേരത്തായിട്ടാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് അങ്ങനെ അവർ വരുന്നവരെ നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തു. അവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാനാട്ടോ ചെയ്തത്. നല്ല അടിപൊളി പ്ലേസ് ആയതുകൊണ്ട് ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് നേച്ചറായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടെണ്ണം കാണാനുണ്ട്. ആരും വരുന്നില്ല, അതിന് വിട്ടുകൊടുക്കണ മുന്നേ അള്ള ഐശു വെള്ളത്തിൽ കൂട്ടാ പിടിക്കേ. ഫോട്ടോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു വന്നപ്പം ആയിഷുമ്മ നല്ല ടയേർഡായിരുന്നു. ആളവിടുന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ തോളത്തിട്ട് കുറച്ച് നേരം ഉറക്കിയ ആളെ, പിന്നെ ഒന്ന് ഉറങ്ങി എണീച്ചാൽ ആളെ മൂഡ് ശരിയാവുള്ളൂ. അങ്ങനെ നമ്മുടെ ക്യാമറമാനും വെയിറ്റ് ചെയ്യാണ്, നമ്മളും ആയിഷുമ്മ ഉണരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആൾ നല്ല ഉറക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ ആയിഷുമ്മ ഒരു അരമണിക്കൂറോളമെങ്കിലും കിടന്നിട്ടുണ്ടാകും. പിന്നെ നമ്മൾ മെല്ലെ ഉണർത്തിയതാണ് കേട്ടോ, കാരണം അത്രയും ടൈം പോവില്ലേ. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇങ്ങനെ പോയി തുടങ്ങും. അപ്പം ആൾ ഓരോ കാര്യങ്ങളും കാണിച്ചിട്ട് അങ്ങനെ ഹാപ്പിയാക്കാൻ നോക്കുന്നുണ്ട്. എല്ലാ ഫോട്ടോത്തിലും ആളെ കയ്യിൽ എന്തെങ്കിലും ഒരു മിഠായി ഉണ്ടാവും, അല്ലാതെ ആൾ ഫോട്ടോത്തിൽ ഒന്നിലും പോസ്റ്റ് ചെയ്ത് തന്നിട്ടില്ല. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ആളുടെ ബർത്ത്ഡേൻ്റെ കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആൾക്ക് ഈദിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ട്വിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്ന് നമ്മൾ ആയിഷുമാക്ക് എടുത്ത ഈദിൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. അപ്പം ആൾക്ക് അതിലേക്ക് പറ്റിയിട്ടുള്ള ബൂട്ടും ഗ്ലാസും അതുപോലെ ഒരു ബാഗും ഒക്കെ ഉണ്ട്. ഈ ബാഗ് നമ്മൾ തിരൂരുള്ള എമിനൻറ്റ് ബാഗ് എന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ഷോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഷോപ്പിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ആൾ കുറച്ച് നേരത്തേക്കാണെങ്കിലും കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫോട്ടോസ് ഈ ഒരു ഔട്ട്ഫിറ്റിൽ നമുക്ക് ഒരുപാട് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. Don't know where we're gonna fly like you did sometimes. Seeing eyes of mine. Love, 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 I wanna be strong, strong. We're doing wrong, 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 but I'll try to fix it. Love, love, love. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ നല്ല രീതിയിൽ കിട്ടി. പിന്നെ ആളുടെ മൂഡ് മാറി തുടങ്ങി. ആൾ പിന്നെയും ആ ഒരു ഉറക്കം റെഡി ആവാത്തതിൻ്റെ കരച്ചിലും വിരിച്ചിലൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് കിട്ടില്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ നമ്മൾ ഷൂട്ടോടെ അവസാനിപ്പിച്ചു. അപ്പം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഫോട്ടോഗ്രാഫർ. സ്കൈ മീഡിയ എന്നാണ് ഇപ്പം ഇവരുടെ പേജിൻ്റെ പേര്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് വർക്കോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് വർക്കോ ബർത്ത്ഡേ ഷൂട്ടോ എന്തോ ആയിക്കോട്ടെ, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അവർ ചെയ്തു തരും കേട്ടോ. അങ്ങനെ ഇക്ക ആയിഷുമാക്ക് എന്ത് ഗിഫ്റ്റ് വാങ്ങുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് സ്പീക്കർ ആക്കുക എന്നുള്ളൊരു ഇത് വന്നത്. കാരണം ആൾ പാട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാൻസ് കളിക്കും, അതുപോലെ മൈക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം സ്പീക്കർ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ തിരൂരിലുള്ള ആഷ്കോം എന്നാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്, അവനോട് അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിപൊളി സാധനം വന്നിട്ടുണ്ട്, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്, സോ വന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് പറഞ്ഞു. നമ്മൾ ചെക്ക് ചെയ്തു, നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര റേറ്റ് ഭയങ്കര കമ്മിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് വാങ്ങിച്ചു. ഇതേ സെയിം സാധനം തന്നെ കേട്ടോ നമ്മൾ ഹെമിൻ്റെ ബർത്ത്ഡേൻ്റെ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഓനക്ക് നമ്മൾ ഗിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് ആയിഷുമാക്കൊരു ടെൻറ്റാണ്. ഈ ടെൻറ്റ് ഞാൻ ഗൂഗിളിലൊക്കെ ഒരുപാട് കണ്ടിട്ട് അങ്ങനെ ഓർഡർ ചെയ്യണം, പിന്നെ ഓർഡർ ചെയ്യുക അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിച്ച് കൊണ്ടുവരുന്നൊരു സംഭവമായിരുന്നു. പിന്നെയാണ് നമ്മളുടെ ആ ടോയ്സിൻ്റെ ഷോപ്പിൽ പോയപ്പം ഈ സെയിം സാധനം അവിടെ ഇരിക്കുന്നത് കണ്ടത്. പിന്നെ വേറെ ഒന്നും നോക്കില്ല, കാരണം അവിടെയാണ് ഭയങ്കര റേറ്റ് കുറവ്, സെയിം ക്വാളിറ്റിയിൽ തന്നെ സെയിം ബ്രാൻഡിൽ തന്നെ റേറ്റ് കുറഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്നാട്ടോ തോന്നിയത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ അത് ആയിഷുമാൻ്റെ ഈദിൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ വന്നിട്ട് നമ്മൾ ആയിഷുമാൻ്റെ ഈദ് ഔട്ട്ഫിറ്റിലേക്ക് ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്റ്റോറി ഇട്ട ടൈമിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണെന്ന്. അപ്പോൾ എമിനൻറ്റ് ബാഗ് എന്നാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള
ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ബാഗ്സും ഇമ്രാൻ ബാഗിൻ്റെ ആണ് കേട്ടോ. എൻ്റെ മേക്കപ്പ് ബാഗ് ആണെങ്കിലും വാഷ് ബാഗ് ആണെങ്കിലും അതുപോലെ തന്നെ ആയുഷ്മാൻ്റെ ബാഗാണെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്ന സ്ലിംഗ് ബാഗും എൻ്റെ എല്ലാ ബാഗും ഞാൻ അതുപോലെ തന്നെ എൻ്റെ ബ്രൈഡ്സിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള പൗച്ചാണെങ്കിലും എൻ്റെ ഫാമിലീസിന് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ബാഗും പൗച്ചും എല്ലാതും ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ നിന്ന് എടുക്കാനൊരു കാരണമുണ്ട്. ഹോൾസെയിൽ ഷോപ്പാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹോൾസെയിൽ റേറ്റിനാണ് കേട്ടോ കിട്ടൽ. നമ്മൾ ലേഡീസിൻ്റെ പൗച്ചൊക്കെ സ്റ്റാർട്ടിങ് 40 റുപ്പീസ് വെറും 40 രൂപയ്ക്കൊക്കെയാണ് കേട്ടോ അവിടെ സെയിൽ ചെയ്യുന്നത്. സോ എന്തുകൊണ്ടും ഞാൻ ബാഗിന് എപ്പോഴും ചൂസ് ചെയ്യുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഇമ്രാൻ ബാഗ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടുത്തെ ഏതൊക്കെ മോഡൽസ് ഉണ്ട്, എങ്ങനെയാണ് റേറ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിലൂടെ പറയാം കേട്ടോ. ഇത് ഈ ഒരു വീഡിയോയിൽ എല്ലാം കൂടെ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ ഇതാ വന്നിട്ട് നമ്മൾ ആയുഷ്മാൻ്റെ ഹെയർ ആക്സസറീസ്, അതായത് നമ്മൾ ഷൂട്ടിന് എടുത്തിട്ടുള്ള ഹെയർ ആക്സസറീസ്, അതുപോലെ തന്നെ ഒരു ബലൂൺ വെക്കുന്ന സ്റ്റാൻഡ്, അതൊക്കെ നമ്മൾ സ്നോ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള തിരുവള്ളൂർ ഷോപ്പിൽ നിന്നിട്ട് എടുത്തത്. പിന്നെ അതാ നമ്മൾ തിരിച്ച് ഷൂട്ട് കഴിഞ്ഞ് വരുമ്പം നെസ്റ്റോളിൽ കേക്കിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ആയുഷ്മാൻ്റെ കുറച്ച് കുട്ടി ബഡീസ് ഉണ്ടായിരുന്നു, അവർക്കൊക്കെ കൂടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. Seeing eyes of mine, what do you feel beside? I don't know where we're gonna fly. എന്താ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, അവർക്കൊരു കുഞ്ഞു സന്തോഷമായിക്കോട്ടെ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ എന്താ കുട്ടികൾ എന്തൊക്കെയോ ഗിഫ്റ്റ് ആയുഷ്മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഷൂട്ട് ഡേയിൽ നടന്നത്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ ആയുഷ്മാൻ്റെ ബർത്ത്ഡേ വ്ളോഗായിട്ട് വരാം കേട്ടോ.